ങ്ങളും അറിയേണ്ടതുണ്ട്. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, UN അയച്ചിരിക്കുന്ന കത്തിൽ എന്ത് നിലപാടിലാണ് ഖത്തർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? ഏതു തരത്തിലായിരിക്കും അവരുടെ പ്രതികരണം എന്ന് ഉറ്റുനോക്കുകയായിരുന്നു. ഒപ്പം തന്നെ എന്തൊക്കെ ക്ലീനിങ് പ്രോസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയുന്നു. ആ പ്രദേശത്ത് ദോഹയിലുള്ള നിലവിലെ സാഹചര്യം എന്താണ്? തന്നെയാണ് നമ്മളിപ്പോൾ ദോഹയിലെ വളരെ നെജ്മ എന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസുള്ളത്. വളരെ തിരക്കേറിയ സ്ഥലമാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ലൈവുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം അതിൻ്റെ ഒരു വളരെ ചെറിയ നേരത്തെ ഒരു പരിഭ്രാന്തിക്ക് അപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല. ഇവിടെ സ്ഥിതിഗതികൾ ശാന്തമാണ്. എനിക്ക് ആദ്യം ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും മെസ്സേജ് അയക്കാൻ സേഫ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, പ്രത്യേകിച്ചും പ്രവാസി ഈ ഖത്തറിലെ വാർത്തകൾക്കായി കാത്തിരിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്, മലയാളി വീട്ടുകാരുണ്ട്. എല്ലാവരോടും പറയാനുള്ള കാര്യം, ഇവിടെ സേഫാണ്, സുരക്ഷിതമാണ്, നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഓഫീസുള്ളത് നെജ്മയിലെ സീ റിംഗ് റോഡിലാണ്. ഈ ഖത്തറിലെ ദോഹയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു റോഡാണിത്. ഈ റോഡ് പതിവ് പോലെ സൗകര്യമായിട്ട് ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ആക്രമണം നടന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിൽ ഇപ്പോൾ ദോഹയിലില്ല. വളരെ കുറച്ച് നേരത്തേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ഒരു അഭ്യൂഹങ്ങൾ പരന്നു എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് ഇവിടെ എല്ലാവരും സേഫാണ് എന്നുള്ള കാര്യം ആദ്യമായിട്ട് പറയേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അത്ര കൂടുതൽ മെസ്സേജാണ് നിലവിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സേഫാണെന്ന് ചോദിച്ചിട്ട് എല്ലാ പ്രവാസി കുടുംബങ്ങളുള്ള ഖത്തറിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും മറ്റ് കേരളീയരോടും പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഖത്തർ സേഫാണ്, നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല, അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുത്, ഔദ്യോഗിക ചാനലിൽ വരുന്ന വാർത്തകൾ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് കൃത്യമായി ആഭ്യന്തര മന്ത്രാലയം പറയുന്നുണ്ട്. ഇന്ന് ഏകദേശം വൈകിട്ട് 3:30-4 മണിയോടുകൂടെയാണ് ദോഹയിൽ ഹമാസ് താമസ ആസ്ഥാനത്ത് ആക്രമണം നടക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷ്വലുകൾ പ്രചരിപ്പിച്ചു. ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞൊരു കാര്യം, ഒരുപാട് തരത്തിലുള്ള പഴയ വിഷ്വലുകൾ പ്രചരിച്ചിരുന്നു. അതൊന്നും ശരിയല്ല. ഒഫീഷ്യൽ ചാനലിലൂടെയുള്ള വാർത്തകൾ മാത്രമേ, സോഴ്സിൽ വരുന്ന വാർത്തകളും ദൃശ്യങ്ങളും മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് പിന്നീട് ആഭ്യന്തര മന്ത്രാലയം പത്രക്കുറിപ്പിറക്കി. ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടു. വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞത്, ഇത് ഖത്തറിന്റെ പരമാധികാരത്തിന് പേരുള്ള കടന്നുകയറ്റമാണ്. ഈ ആക്രമണത്തെ ഒരു തരത്തിലും ഖത്തർ അംഗീകരിക്കില്ല. അതുകൊണ്ട് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള സൂചനയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ കുറിപ്പിലുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ കുറച്ചു മുമ്പാണ് ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം പ്രതികരിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതികരണത്തിലാണ് ഏതെല്ലാം തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതിന്റെ സൂചനകളുള്ളത്, അതുമായി ബന്ധപ്പെട്ട വ്യക്തതകളുള്ളത്. ആ പ്രസ് റിലീസിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്ന പോയിന്റ്, ദ എക്സ്പ്ലോഷൻസ് ഹിയർഡ് ഇൻ വാരിയസ് പാർട്സ് ഓഫ് ദോഹ ദിസ് ആഫ്റ്റർനൂൺ. ഈ ഉച്ചയ്ക്ക് ശേഷം ഏതാനും സ്ഥലങ്ങളിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ളതാണ്. ഇവിടെയുള്ള നമ്മുടെ ഓഫീസിന് ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ആ സ്ഫോടനം കേട്ടിരുന്നു. ഏകദേശം ഇവിടുന്ന് 7 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അത്രയും റേഡിയസിലുള്ള ചുറ്റളവിലുള്ള ആളുകളൊക്കെ ഈ സ്ഫോടന ശബ്ദം കേട്ടിട്ടുണ്ട്. അതുമൂലമാണ് ഒരു ചെറിയ പരിഭ്രാന്തി ഉടലെടുത്തത്. എങ്കിൽ പോലും തൊട്ടുടനെ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതായി. അതിന്റെ ആ എക്സ്പ്ലോഷൻ നടന്നത് ഈ ഹമാസിന്റെ റെസിഡൻഷ്യൽ ആസ്ഥാനത്താണ് എന്നുകൂടി പറയുന്നു. തൊട്ടു പിന്നാലെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്, ബദർ സാദ് മുഹമ്മദ് അൽ ഹുമൈദി അൽ ദസ്തൂരി എന്ന് പറയുന്ന ലഖ്വിയ മെമ്പർ എന്ന് പറയുന്ന ആഭ്യന്തര സുരക്ഷാ സേനാംഗം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഒരു വിദേശ രാജ്യത്തിന്റെ ആക്രമണത്തിൽ ഇവിടുത്തെ ആഭ്യന്തര സുരക്ഷാ സേനയിലെ ഒരു അംഗം കൊല്ലപ്പെട്ടു എന്നും അതിന് പിന്നാലെ ഇൻ അഡീഷൻ ടു സെവറൽ ഇഞ്ചുറീസ് എമംഗ് അതർ സെക്യൂരിറ്റി പേഴ്സണൽസ്, കുറച്ച് ആളുകൾ, ഏതാനും സെക്യൂരിറ്റി പേഴ്സണൽസിന്, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുകൂടി ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്.
അതുപോലെ ലക്വിയയ്ക്ക് കീഴിലുള്ള അഥവാ ആഭ്യന്തര സുരക്ഷാ സേനയ്ക്ക് കീഴിലുള്ള എക്സ്പ്ലോസീവ് യൂണിറ്റ്, സ്ഫോടക വസ്തു യൂണിറ്റ് ഈ പ്രദേശം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൃത്തിയാക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ പറയുന്നത് ആഭ്യന്തര മന്ത്രാലയവും ചേർന്ന് ലക്വിയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട, സിവിലിയൻസിനുമായി ബന്ധപ്പെട്ട, അതുപോലെ ഇവിടുത്തെ പൗരന്മാരുമായി ബന്ധപ്പെട്ട, ഇവിടുത്തെ താമസക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ സുരക്ഷയാണ് ടോപ്പ് പ്രിയോറിറ്റി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുകൂടി ഈ പ്രസ് റിലീസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഇത് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഖത്തർ ഫോറിൻ മിനിസ്റ്ററിലെ ഖത്തറിലെ UN പെർമനന്റ് റെപ്രസെന്റേറ്റീവായിട്ട് ഷെയ്ഖ് ആലിയ ബിൻ സെയ്ഫ് അൽ താനി ഈ രക്ഷാസമിതിക്ക് ഒരു കത്ത് കൊടുക്കുന്നത് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഈ ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. ഇസ്രായേലിന്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണമാണ്, ഖത്തറിന്റെ പരമാധികാരത്തിന് പേരിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് UN രക്ഷാസമിതിക്ക് ഖത്തർ കൊടുത്തിട്ടുള്ളത് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ധന്യവാദം. ശരി, അതാണ് ആ വിവരങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഈ തരത്തിൽ ഇപ്പോൾ ഒരു കത്ത് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. UN രക്ഷാസമിതിക്കാണ് ഖത്തർ കത്ത് അയച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റേത് ക്രിമിനൽ ആക്രമണമാണ് എന്നാണ് കത്തിലുള്ളത്. പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായി, രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഖത്തർ കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചില ക്ലാരിറ്റികൾ, ആക്രമണം മുൻകൂട്ടി അറിയിച്ചു എന്ന US പ്രസ്താവനയിൽ ചില ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഖത്തർ അത് നിഷേധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു മുന്നറിയിപ്പും US നൽകിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. US വൈറ്റ് ഹൗസ് സ്പോക്ക് പേഴ്സണാണ് നേരത്തെ ഈ കാര്യങ്ങളെല്ലാം ഖത്തറിനെ അറിയിച്ചിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ നൽകിയിരുന്നത്. പക്ഷേ അത് ഖത്തർ നിഷേധിക്കുന്നുണ്ട്.